Hello everyone, welcome back to Xylem, welcome back to the world of English. നിങ്ങളുടെ സ്വന്തം നാച്ച് സാറാണ്. 2026 ഫസ്റ്റ് ടേം +2 ഇംഗ്ലീഷ് എക്സാമിൽ നിങ്ങൾ നിർബന്ധമായിട്ടും നോക്കി പോകേണ്ട കുറച്ച് ക്വസ്റ്റ്യൻസിൻ്റെ ഒരു ചെക്ക് ലിസ്റ്റ് ആണിത്. ഡിസ്ക്ലെയിമർ, ഈ ചോദ്യങ്ങൾ തന്നെ വരൂ എന്നൊരു ക്ലെയിമും എനിക്കില്ല. പക്ഷേ ഈ ചോദ്യങ്ങൾ നിങ്ങൾ കൃത്യമായി നോക്കി പോവുകയാണെങ്കിൽ നാളത്തെ എക്സാം നിങ്ങൾക്ക് വളരെ കോൺഫിഡൻ്റ് ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും. നോക്കും, നമുക്കറിയാം, നമുക്ക് ആദ്യത്തെ 2 യൂണിറ്റിൽ നിന്ന് 7 ചാപ്റ്റേഴ്സിൽ നിന്നാണ് ചോദ്യം വരിക. അതിലൂടെ നോക്കൂ, ഒന്നാമത്തത് നമുക്കറിയാം 3 L's ഓഫ് എംപവർമെന്റ് എന്ന് പറഞ്ഞ ചാപ്റ്റർ വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്രിസ്റ്റ്യൻ ലെഗാർഡിന്റെ ഒരു സ്പീച്ചാണ്. അതിൽ 3 L'കൾ തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം: ലേണിംഗ്, ലേബർ, ലീഡർഷിപ്പ്. നോക്കൂ, what according to Christian Lagarde are the 3 essential factors for women empowerment? Write a paragraph. ഈ 3 L'കളെ കുറിച്ച് ഒരു പാരഗ്രാഫ് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇനി അതിന്റെ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു 8 മാർക്കിന്റെ ചോദ്യം എന്ന് പറയുന്നത് വിമൺ എംപവർമെന്റ് ആൻഡ് എക്കണോമിക് ഡെവലപ്മെന്റ് ആർ ക്ലോസ്ലി റിലേറ്റഡ്. You are asked to speak on the topic. ഈ പറയുന്ന ടോപ്പിക് ഏത്? വിമൺ എംപവർമെന്റ് ആൻഡ് എക്കണോമിക് ഡെവലപ്മെന്റ്. പ്രിപ്പയർ ദ സ്ക്രിപ്റ്റ് ഫോർ ദ സ്പീച്ച് ഇൻ ദ ലൈറ്റ് ഓഫ് റീഡിംഗ് ദ ലെസൺ ദ 3 L's ഓഫ് എംപവർമെന്റ് ബൈ ക്രിസ്റ്റ്യൻ ലെഗാർഡ്. സോ ഇതൊരു സ്പീച്ച് ആയിട്ട് ചോദിക്കാം, ഒരു ആർട്ടിക്കിൾ ആയിട്ടോ റൈറ്റപ്പ് ആയിട്ടോ ചോദിക്കാം. ഇതാണ് ബേസിക് ഐഡിയ എന്ന് പറയുന്നത് വിമൺ എംപവർമെന്റ് ആൻഡ് എക്കണോമിക് ഡെവലപ്മെന്റ്. ഓക്കെ ആണല്ലോ? ദെൻ elaborate the idea conveyed in the lines given below. I am their wall against all danger, their door against the wind and snow. Thou whom a woman laid in a manger, take me not till the children grow. ഇത് എനി വുമൺ എന്ന് പറഞ്ഞ പോയത്തിൽ നിന്നെടുത്ത അവസാനത്തെ പാട്ടിൽ നിന്നെടുത്ത ലൈൻസ് ആണ്. സോ എനി വുമൺ അല്ലെങ്കിൽ മെൻഡിങ് വോൾ, ഈ പോയത്തിൽ നിന്ന് നിങ്ങൾക്ക് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ 2 പോയത്ത്, അതായത് എനി വുമണെ മറ്റൊരു പോയമായിട്ട് കമ്പയർ ചെയ്യുക, അല്ലെങ്കിൽ മെൻഡിങ് വോളിലെ കുറച്ച് ലൈൻസിനെ മറ്റൊരു പോയമായിട്ട് കമ്പയർ ചെയ്യുക. അടുത്ത പ്രധാനപ്പെട്ട ഒരു ചോദ്യം എന്ന് പറയുന്നത് ആ പോയത്തിലെ ലൈൻസ് തന്നിട്ട് അത് എന്ത് ചെയ്യാൻ തരും? ഇലാബറേറ്റ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ അതിൻ്റെ മീനിങ് എന്താണ് എന്നൊക്കെ ചോദിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ വരാം. റൈറ്റ്? അപ്പോൾ ആ ചോദ്യങ്ങൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യണം. സോ നമ്മൾ പോയംസ് ലൈൻ ബൈ ലൈൻ തന്നെ നോക്കണം. ഇനി ജസ്റ്റിഫൈ ദ ആപ്റ്റ്നെസ് ഓഫ് ദ ടൈറ്റിൽ ഓഫ് ദ സ്റ്റോറി. മാച്ച് ബോക്സ് അല്ലെങ്കിൽ ഹൊരഗെല്ലു ചോദിക്കാം. മാച്ച് ബോക്സ് എന്ന സ്റ്റോറിയുടെ ആ ടൈറ്റിലിൻ്റെ ആപ്റ്റ്നെസ് എന്താണ്? ആശാപൂർണ ദേവിയുടെ സ്റ്റോറിയുടെ, അല്ലെങ്കിൽ സുധാമൂർത്തിയുടെ ഹൊരഗെല്ലു എന്ന ആ ചാപ്റ്ററിൻ്റെ ടൈറ്റിലിൻ്റെ ആപ്റ്റ്നെസ് എന്താണ് ചോദിക്കാം. ആൻഡ് prepare a blurb of the work Horegellu and other stories by Sudhamurthy. സോ ഒരു ബ്ലർബ് റൈറ്റിങ്ങിന് സാധ്യതയുണ്ട്. അത് സുധാമൂർത്തിയുടെ വർക്ക്സ് ആവണമെന്നില്ല, ചിലപ്പോൾ ആശാപൂർണ ദേവിയുടെ വർക്ക്സ് ആവാം. ഈ രീതിയിലൊരു ബ്ലർബ് റൈറ്റിംഗ് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, സോ ബ്ലർബ് എങ്ങനെയാണ് എഴുതേണ്ടത് ഇത് നിർബന്ധമായിട്ട് പഠിച്ചിരിക്കണം. ആൻഡ് ഡിസ്ക്രൈബ് ദ റോൾസ് പ്ലേഡ് ബൈ ദ ഗ്രാൻഡ് ഫാദർ ആൻഡ് രത്ന ആസ് ഇമോഷണൽ ഹൊരഗെല്ലൂസ്. സോ ഇത് ഏറ്റവും ഒബ്വിയസ് ആയ ഒരു ചോദ്യമാണ് ഹൊരഗെല്ലു എന്ന ചാപ്റ്ററിൽ നിന്ന്. വേണമെങ്കിൽ ഗ്രാൻഡ് ഫാദറിൻ്റെയും രത്നയുടെയും ക്യാരക്ടേഴ്സ് കമ്പയർ ചെയ്തുകൊണ്ട് ചോദിക്കാം, അല്ലെങ്കിൽ ഇതുമായിട്ട് ബേസ് ചെയ്തുകൊണ്ട് റൈറ്റപ്പ് ചോദിക്കാം. ഫോർ എക്സാമ്പിൾ ഇവിടെ നോക്കൂ, നോമിത ഈസ് എ ടിപ്പിക്കൽ ഇന്ത്യൻ വൈഫ് ഹു ഈസ് മാർജിനലൈസ്ഡ് ബൈ ഹർ ഹസ്ബൻഡ് അജിത്, വൈൽ രത്ന ഈസ് എ വുമൺ വർക്കിംഗ് ആസ് എ സീനിയർ ക്ലർക്ക് അറ്റ് എ കമ്പനി ഇൻ മുംബൈ. അതായത് ഇതിൻ്റെ ഏറ്റവും അഡ്വാൻസ് ലെവലായിട്ടൊരു ചോദ്യമാണ്. അതായത് ഹൊരഗെല്ലു എന്ന ചാപ്റ്ററും മാച്ച് ബോക്സ് എന്ന ചാപ്റ്ററും കമ്പയർ ചെയ്തിട്ട് അതിലെ 2 ക്യാരക്ടേഴ്സിനെ കമ്പയർ ചെയ്തുകൊണ്ട് ഒരു അഡ്വാൻസ് ലെവൽ ചോദ്യം ചോദിക്കാം. What aspects of women empowerment are highlighted through these characters? അല്ലെ, വിമൺ എംപവർമെന്റ് എന്ന് പറഞ്ഞാൽ ഒരു കോമൺ ടോപ്പിക്കിനിടയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിന് 2നെയും ജക്സ്റ്റാപോസ് ചെയ്യാൻ പറ്റും. അത്തരം ചോദ്യങ്ങൾ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യണം. ആൻഡ് elaborate the idea in the following line in a short paragraph. Good fences make good neighbors. ഇത് കാണുമ്പോൾ ആദ്യം മനസ്സിലാവേണ്ടത് ഇത് ഏത് പോയത്തിൽ നിന്നാണെന്നാണ്. റോബർട്ട് ഫ്രോസ്റ്റിന്റെ ഏതാണ്? മെൻഡിങ് വോളാണ്. സോ മെൻഡിങ് വോളിന് ഏതെങ്കിലുമൊക്കെ ലൈൻസ് തന്നിട്ട് അത് ഇലാബറേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആപ്റ്റ്നെസ്സോ ഒക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. സോ ആ പോയം എനി വുമൺ ആയാലും മെൻഡിങ് വോൾ ആയാലും നിങ്ങൾ ലൈൻ ബൈ ലൈൻ വായിച്ചിട്ടുണ്ടായിരിക്കണം. ദെൻ read the following lines from the poem Mending Wall. Something there is that doesn't love a wall, says the poet, but his neighbor says, good fences make good neighbors. What do you understand about the character of the poet and his neighbor? So നമുക്കറിയാം, മെൻഡിങ് വോളിന് പോയറ്റ് ഉണ്ട്, സ്പീക്കർ ഉണ്ട്, ദെൻ അദ്ദേഹത്തിന് നെയ്ബർ ഉണ്ട്. 2 ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള, 2 പെർസ്പെക്റ്റീവ് ഉള്ള, 2 ലോകവീക്ഷണങ്ങളുള്ള, ഫിലോസഫികളുള്ള മനുഷ്യന്മാരാണ്. സോ കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ് ദ ക്യാരക്ടേഴ്സ് ഓഫ് ദ പോയറ്റ് ആൻഡ് ഹിസ് നെയ്ബർ. അല്ലെ, പോയറ്റിൻ്റെ ക്യാരക്ടറും നെയ്ബറിൻ്റെ ക്യാരക്ടറും കമ്പയറും കോൺട്രാസ്റ്റ് ചെയ്യാനും ഉള്ള ചോദ്യം ചോദിക്കാം. അതൊരു അഡ്വാൻസ് ലെവൽ ചോദ്യമാണ്. സോ ആ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യണം. ഇനി നോക്കൂ, ദ വോൾ ഇൻ മെൻഡിങ് വോൾ സ്റ്റാൻഡ്സ് ഫോർ സംതിങ് മോർ ദാൻ എ മിയർ വോൾ. അല്ലെ, മെൻഡിങ് വോളിലെ വോൾ എന്ന് പറയുന്നത് വെറും വോൾ മാത്രമല്ല. വാട്ട് എൽസ് ഡസ് ഇറ്റ് സജസ്റ്റ്? പ്രിപ്പയർ എ റൈറ്റ് അപ്പോൺ ദ ഇംപ്ലൈഡ് മീനിങ് ഓഫ് ദ വോൾ. അതായത് മെൻഡിങ് വോൾ എന്ന് പറഞ്ഞ പോയത്തിൻ്റെ ഒരു അപ്രിസിയേഷൻ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു എന്താ പറയുക, അതിൻ്റെ ഒരു മീനിങ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു അതിലെ
മെസ്സേജുകൾ എന്താണ്, തീം എന്താണ് എന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് എഴുതിക്കൊണ്ട് റൈറ്റപ്പ് ചോദിക്കാം. അപ്പോൾ ആ പോയിന്റ് നന്നായി വായിക്കാത്ത, ലൈൻ ബൈ ലൈൻ മനസ്സിലാക്കുന്ന ഒരു കുട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഇനി നോക്കൂ, ഇനി നമ്മൾ അമിഗോ ബ്രദേഴ്സിലേക്ക് വരുമ്പോൾ, യു ആർ എ ന്യൂസ് പേപ്പർ റിപ്പോർട്ടർ ആൻഡ് യു വിറ്റ്നസ് ദ ബോക്സിംഗ് മാച്ച് ബിറ്റ്വീൻ ആന്റോണിയോ ആൻഡ് ഫെലിക്സ്. അമിഗോ ബ്രദേഴ്സ് പ്രിപ്പയർ ദ ന്യൂസ് പേപ്പർ റിപ്പോർട്ട്. വളരെ എന്താ പറയുക, ആൻറ്റിസിപ്പേറ്റഡ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ ആണ് ന്യൂസ് പേപ്പർ റിപ്പോർട്ട് അമിഗോ ബ്രദേഴ്സിൽ നിന്ന്. അതുപോലെ ചോദ്യം സാധ്യതയുള്ള എന്താണ്, അനൗൺസ്മെന്റ് ആണ്. നോക്കൂ, ഇമാജിൻ യു ആർ വൺ ഓഫ് ദി അനൗൺസേഴ്സ് ഓഫ് ദ ഡിവിഷൻ ഫൈനൽസ് അറ്റ് ടോംകിൻ സ്ക്വയർ പാർക്ക്. Write the script of the announcement that you would make after the final bell as the fighters were past hearing it. They continued to pound on each other and the referee and the trainers were trying to pull them apart. നമുക്കറിയാം അതിൻ്റെ ക്ലൈമാക്സ് സീൻ ഭയങ്കര ഗൂസ്ബം മൊമെന്റ്സ് തരുന്നതാണ്. സോ അതിനെക്കുറിച്ചൊരു അനൗൺസ്മെന്റ് ചോദിക്കാൻ നല്ല സാധ്യതയുണ്ട്. ഇനി ദ അവർ ഓഫ് ട്രൂത്ത്. നമുക്കറിയാം അവർ ഓഫ് ട്രൂത്ത് 7ാമത്തെ ചാപ്റ്റർ ആണ്. അതിന് ചോദ്യങ്ങൾ വരുന്നുണ്ടെങ്കിൽ നല്ല സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസ് നമ്മൾ എക്സ്പെക്ട് ചെയ്യണം. The one-act play, The Hour of Truth, presents the unexpected crash of Gresham's bank. Prepare a news report of the event. ചോദിക്കാം, ന്യൂസ് റിപ്പോർട്ട്. ആൻഡ് പിന്നെ അതുപോലെ തന്നെ നോക്കൂ, the play Hour of Truth is being staged in your school auditorium. As the arts club secretary, you are asked to make an announcement introducing the actors of the play to the audience. Announcement അല്ലേ, അമിഗോ ബ്രദേഴ്സ് മാത്രമായിരിക്കണം എന്നില്ല, ഇതൊന്ന് അനൗൺസ്മെന്റ് ചോദിക്കാം. പ്രിപ്പയർ എ സ്ക്രിപ്റ്റ് ഓഫ് ദി അനൗൺസ്മെന്റ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി പാനൽ ഡിസ്കഷൻ മറ്റ് സാധ്യതയുള്ളൊരു ചോദ്യമാണ്. അത് ഏത് ചാപ്റ്ററിൽ നിന്നും വരാം കേട്ടോ. പാനൽ ഡിസ്കഷൻ വിമൺ എംപവർമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു പാനൽ ഡിസ്കഷൻ ചോദിക്കാം അല്ലേ. ഇനി നോക്കൂ, യുവർ സ്കൂൾ ഈസ് കണ്ടക്ടിങ് എ പാനൽ ഡിസ്കഷൻ ഓൺ ദ ടോപ്പിക് വിമൺ ആസ് ദ ഫോക്കൽ പോയിന്റ് ഓഫ് ദ ഫാമിലി. ഇത് എവിടെ നിന്നാണ്? എനി വുമൺ അല്ലെ, കാതറിൻ ടിനൻ്റെ എനി വുമൺ ആണ് ഈ പറഞ്ഞ വുമൺ ആസ് ദ ഫോക്കൽ പോയിന്റ് ഓഫ് ദ ഫാമിലി. 3 L's of empowerment എന്താണ്? വിമണും എക്കണോമിക് ഡെവലപ്മെന്റും ആണ്. Suppose you are the first panelist. How would you initiate the discussion? Prepare the script of your presentation. So ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് നിങ്ങൾ എന്താണ് പറയുക, ഒരു പാരഗ്രാഫ് അതങ്ങ് എഴുതി കൊടുത്താൽ മതി. പാനൽ ഡിസ്കഷൻ എന്ന് പറയും, നിങ്ങൾ പറയുന്ന കാര്യം എഴുതുക ഒരു പാരഗ്രാഫായിട്ട്. ഓക്കെ. ആൻഡ് ഏറ്റവും അവസാനത്തെ ചോദ്യം, നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിലും ഏറ്റവും അവസാനത്തെ ചോദ്യം എന്തായിരിക്കും? റൈറ്റ് ആൻ അപ്രിസിയേഷൻ ഓഫ് ദ പോയം വിമൺ ബൈ ആലീസ് വോക്കർ ഇൻ കമ്പാരിസൺ വിത്ത് എനി വുമൺ ബൈ കാതറിൻ ടിനൻ. അതായത് എനി വുമൺ അല്ലെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു പോയം, ഇപ്പോൾ ഈ കേസിൽ നമുക്ക് എനി വുമൺ എടുക്കാം, അല്ലെങ്കിൽ മെൻഡിങ് ഗോൾ, മോസ്റ്റ് പ്രോബബിളി എനി വുമൺ ആയിരിക്കാം. സോ അതിനെ മറ്റൊരു പോയമായിട്ട് കമ്പയർ ചെയ്തിട്ട് ആ പോയത്തിന് എന്ത് എഴുതാൻ? അപ്രിസിയേഷൻ. ബേസിക്കലി ഇത് കമ്പാരിസൺ ഓഫ് പോയംസ് ആണ്. നിങ്ങൾക്ക് പഠിക്കാനുള്ളൊരു പോയത്തെ അൺനോൺ ആയ അല്ലെങ്കിൽ നിങ്ങൾക്ക് പഠിച്ചിട്ടില്ലാത്തൊരു പോയമായിട്ട് കമ്പയർ ചെയ്യാൻ ചോദിക്കാം. സോ ഈ രീതിയിലുള്ള ചോദ്യങ്ങൾ എന്ത് ചെയ്യണം? ഉറപ്പായിട്ടും എക്സ്പെക്ട് ചെയ്യണം. സർ, ഈ ക്വസ്റ്റ്യൻസിനൊക്കെയുള്ള ആൻസർ എവിടെ കിട്ടാം? ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ന് വൈകുന്നേരം 7 മണിക്ക് ഞാനും ഷാജു സാറും JD സാറും ഒരു മെഗാ മാരത്തോണായിട്ട് Xylem +2 ചാനൽ വരുന്നുണ്ട്. ഉറപ്പായിട്ടും നിങ്ങൾ ആ ലൈവ് കാണാം. ആൻഡ് ഹോപ്പ്ഫുള്ളി നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടാവും. ഏകദേശം ഒരു പാറ്റേൺ മനസ്സിലായിട്ടുണ്ടാവും. ഏത് രീതിയിലാണ് എക്സാമിന് പ്രിപ്പയർ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യേണ്ടത് എന്നൊക്കെ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. സോ താങ്ക് യു എവറിബഡി ഫോർ വാച്ചിങ്. ബൈ.